Okay, good afternoon guys. So welcome to another live session of Tiju's Academy. This is Tiju and today we are going to discuss about the IELTS Writing Task 1. So let's look into the question. നമ്മൾ ഇന്ന് ഒരു നമ്മളൊരു ഫ്ലോ ചാർട്ടാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. വി ആർ ഗോൺ ഡിസ്കസ് അബൌട്ട് എ ഫ്ലോ ചാർട്ട്. നമുക്ക് ഒരു IELTS കാറ്റഗറിയിൽ 7 ഗ്രാഫ്സ് ഉള്ളതിൽ ഏറ്റവും ഈസിയസ്റ്റ്, ദിസ് ഈസ് ദ മോസ്റ്റ് ഈസിയസ്റ്റ് വൺ because all the data is given in the picture. ആ പിക്ചറിലുള്ള ഡേറ്റ യു ഹാവ് ടു ജസ്റ്റ് സമ്മറൈസ് ആൻഡ് മേക്ക് റെലവൻറ്റ് ഡിസ്ക്രിപ്ഷൻ. ആ ഒരു ഡിസ്ക്രിപ്ഷൻ ആൻഡ് സമ്മറൈസേഷൻ മാത്രം മതി നമുക്കിത് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ദിസ് ഈസ് ദ മോസ്റ്റ് ഈസിയസ്റ്റ് ടാസ്ക്. സോ ഇഫ് യു ലുക്ക് ഇൻ ടു ദ ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് the diagram below shows the process of getting a driving license. ഒരു ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാനുള്ള പ്രോസസ്സാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. Write a report for a university lecturer describing the information below. നമ്മൾ ആ ഒരു ക്വസ്റ്റ്യനിലേക്ക്, ആ ഒരു പാർട്ടിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് നമുക്ക് ഓൾറെഡി അറിയാം ഹൗ വി ഹാവ് ടു റൈറ്റ് ദാറ്റ് ടാസ്ക്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ റെലവൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യമില്ല. നമ്മൾ നോർമലി എങ്ങനെയാണ് ഒരു ഫ്ലോ ചാർട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത്, യു ഹാവ് ടു ജസ്റ്റ് ഡിസ്ക്രൈബ് ഇറ്റ് ഇൻ ദ പാറ്റേൺ. ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ പോയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇറ്റ്സ് എ കോംപ്ലിക്കേറ്റഡ് ടാസ്ക്. ഒരുപാട് സ്റ്റെപ്സ് ഉള്ള ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ് തന്നിരിക്കുന്നത്. നമുക്ക് ടോട്ടൽ ഇവിടെയും 4 പാരഗ്രാഫുകളാണ് വേണ്ടത്. വി നീഡ് 4 പാരഗ്രാഫ്സ്. ഫസ്റ്റ് വി ഹാവ് ടു റൈറ്റ് ആൻ ഇൻട്രൊഡക്ഷൻ, then 2 body paragraphs explaining this context, and finally an overall. അപ്പോൾ 4 പാരഗ്രാഫാണ് നമുക്ക് എഴുതേണ്ടത്. ഫസ്റ്റ് ഒരു ഇൻട്രോ വേണം, ദെൻ ഒരു 2 ബോഡി പാരഗ്രാഫ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സ് ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. ആൻഡ് ഫൈനലി ഒരു ഓവറോൾ റൈറ്റ് ചെയ്യണം. ഓവറോൾ മീൻസ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ടോട്ടലായിട്ട് നിങ്ങൾ അനലൈസ് ചെയ്ത കാര്യം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇൻട്രോയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇൻ ദ കേസ് ഓഫ് ഇൻട്രൊഡക്ഷൻ യു ജസ്റ്റ് നീഡ് ടു റൈറ്റ് എ സെൻറ്റൻസ്. ഒരു സെൻറ്റൻസേ നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷനകത്ത് വരുന്നുള്ളൂ. ദാറ്റ് ഈസ് എ റീഫ്രേസിങ് ഓഫ് ദ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് റീഫ്രേസ് ചെയ്ത് കൊടുക്കണം. അതാണ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ദെൻ വി ഹാവ് ടു റൈറ്റ് 2 ബോഡി പാരഗ്രാഫ്സ്. 2 ബോഡി പാരഗ്രാഫാണ് നമുക്ക് പിന്നെ വേണ്ടത്. ഇൻ ദാറ്റ് ബോഡി പാരഗ്രാഫ് യു ഹാവ് ടു സമ്മറൈസ് ദ ഡേറ്റ. ഈ തന്നിരിക്കുന്ന ഡേറ്റയെ ഒരു 2 ബോഡി പാരഗ്രാഫ് ആക്കി സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക എന്നുള്ളതേ ഉള്ളൂ. ഇറ്റ്സ് അപ് ടു യു. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും സ്പ്ലിറ്റ് ചെയ്യാം. ബട്ട് ഓൾവേസ് റിമെമ്പർ ദ പാരഗ്രാഫ് ഷുഡ് ബി ഇൻ ഈക്വൽ സൈസ്. 2 ബോഡി പാരഗ്രാഫും ഒരു ഈക്വൽ സൈസ് ആവുന്ന രീതിയിൽ വേണം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സയോൺ, ഹായ്. സൂര്യ, ഹലോ, ഹൗ ആർ യു? അഖില, ഐ റിമെമ്പർ യു. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, സോ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇൻട്രൊഡക്ഷൻ വേണം, ദെൻ 2 ബോഡി പാരഗ്രാഫ്സ് ആൻഡ് ഫൈനലി ആൻഡ് ഓവറോൾ. അങ്ങനെ ടോട്ടൽ 4 പാരഗ്രാഫാണ് നമ്മൾ റൈറ്റ് ചെയ്യേണ്ടത്. ഇൻ ദ കേസ് ഓഫ് ഇൻട്രൊഡക്ഷൻ യു ജസ്റ്റ് ഹാവ് 1 സെൻറ്റൻസ്, യു ഹാവ് ടു ജസ്റ്റ് റീഫ്രേസ് ദ ക്വസ്റ്റ്യൻ. ആ ഒരു ക്വസ്റ്റ്യൻ റീഫ്രേസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ദെൻ 2 ബോഡി പാരഗ്രാഫ് ആക്കി ക്വസ്റ്റ്യൻ ഡിസ്ക്രൈബ് ചെയ്ത് നമ്മുടെ ആ ഒരു കോണ്ടൻറ്റ് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. ആൻഡ് in the overall you have to just make what is given in that, what is a highlighting feature. എന്താണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഓവറോൾ ആയിട്ട് മനസ്സിലായിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റ് എന്നുള്ളത് ഓവറോളിൽ ജസ്റ്റ് ഒന്ന് എഴുതുക. ഇത്രയേ ഉള്ളൂ നമ്മളൊരു ഫ്ലോ ചാർട്ട് എഴുതുമ്പോഴായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളത്. ദെൻ നമുക്കിതിൽ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ എഴുതുമ്പോൾ ഫസ്റ്റ് യു ഹാവ് ടു റൈറ്റ് ഇത് റീഫ്രേസിങ് യുവർ ക്വസ്റ്റ്യൻ. ഡയറക്റ്റ് ക്വസ്റ്റ്യനായിട്ടല്ല എഴുതേണ്ടത്. നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ റീഫ്രേസ് ചെയ്ത് കൊടുക്കുക. യു ഹാവ് ടു യൂസ് അനദർ വേർഡ്സ്. അതായത് നിങ്ങൾ ഈ ഒരു ഐഡിയ നിങ്ങളുടേതായ ഒരു സെൻറ്റൻസിലേക്ക് കൺവേർട്ട് ചെയ്യുക. രാഹുൽ, ഹലോ. അനൂപ്, ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, ഹൗ ആർ യു? ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനകത്ത് ഇതൊന്ന് റീഫ്രേസ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നോക്കുകയാണെങ്കിൽ അവർ തന്നിരിക്കുന്നത് ദ ഡയഗ്രാം ബിലോ ഷോസ് ദ പ്രോസസ് ഓഫ് ഗെറ്റിംഗ് എ ഡ്രൈവിംഗ് ലൈസൻസ്. ഒരു ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നതിനുള്ള ഒരു പ്രോസസ്സാണ് അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ റീഫ്രേസിങ്ങിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ വാട്ട് ഈസ് ദ ടൈപ്പ് ഓഫ് ഗ്രാഫ് ഏതാണ് എന്നുള്ളത് മെൻഷൻ ചെയ്യണം. ഓക്കെ, ഇഫ് യു ലുക്ക് ഇൻ ടു ദ ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ് ജസ്റ്റ് ഗിവൺ ദാറ്റ് ദ ഡയഗ്രാം എന്ന് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. ഏത് ടൈപ്പ് ഓഫ് ഗ്രാഫ് ആണെന്ന് അവർ പറഞ്ഞിട്ടില്ല. സോ ഫ്രം ദ പിക്ചർ വി ക്യാൻ ഈസിലി ഐഡൻറ്റിഫൈ ദാറ്റ് ഇസ് എ ഫ്ലോ ചാർട്ട്. നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് ആ ഒരു ഫിഗറിൽ നിന്ന് അത് മനസ്സിലാവും അതൊരു ഫ്ലോ ചാർട്ടാണെന്ന്. സോ ദ ഫസ്റ്റ് വേർഡ് ഷുഡ് ബി ദ ഫ്ലോ ചാർട്ട് ആണ് എന്നുള്ളത് ഫസ്റ്റ് തന്നെ പറയുക. ബിറ്റ്സി, ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ, ഹായ് ബിന്ദു. അപ്പോൾ ഫസ്റ്റ് തന്നെ ഫ്ലോ ചാർട്ട് ആണ് എന്നുള്ളത് പറയണം. ദെൻ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ബാക്കി അവർ തന്നിരിക്കുന്ന വേർഡ് എന്ന് പറയുന്നത് ഷോസ് ആണ്. സോ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഡോണ്ട് യൂസ് ദ സെയിം വേർഡ്, യു ഹാവ് ടു യൂസ് എ സിനോണിം. നമ്മൾ ആ ഒരു സെയിം വേർഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൊക്കാബുലറിയുടെ ഒരു
നമ്മുടെ കയ്യിൽ അത്രയധികം വൊക്കാബുലറി ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ സെയിം വേർഡ് ഫോളോ ചെയ്യുന്നത് എന്നൊരു രീതി വരും. സോ യു ഹാവ് ടു യൂസ് എ സിനോണിം. For the shows, we can get the synonym like illustrate. Illustrate എന്നൊരു synonym നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതർവൈസ് depict എന്നൊരു synonym ഉണ്ട്. Then portrait. അങ്ങനെ 3 synonyms ആണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, illustrate, depict, portrait. അപ്പോൾ നമുക്ക് 2 രീതിയിലാണ് ഇത് എഴുതാൻ പറ്റുന്നത്. ഇത് ഫ്ലോ ചാർട്ട് ഇല്ലുസ്ട്രേറ്റ്സ് ഓർ ദ ഫ്ലോ ചാർട്ട് ഇല്ലുസ്ട്രേറ്റ്. സോ മൈ ക്വസ്റ്റ്യൻ ഈസ് വിച്ച് വൺ ഈസ് റൈറ്റ്? ഇതിൽ ഏതാണ് കറക്റ്റായിട്ടുള്ളത്? ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് എഴുതുമ്പോൾ വരുന്ന ഒരു മിസ്റ്റേക്കാണ് ഇവിടെ ഞാൻ കാണിച്ചിട്ടുള്ളത്. ചിലർ ഇത് ഫ്ലോ ചാർട്ട് ഇല്ലുസ്ട്രേറ്റ്സ് എന്ന് എഴുതും, ചിലർ ഇത് ഫ്ലോ ചാർട്ട് ഇല്ലുസ്ട്രേറ്റ് എന്നാണ് എഴുതുന്നത്. സോ വിച്ച് വൺ ഈസ് കറക്റ്റ്? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. സോ ഇഫ് യു നോ, പ്ലീസ് റൈറ്റ് ഇറ്റ് ഡൗൺ ഇൻ ദ കോമെൻറ്റ് സെക്ഷൻ. നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് കോമെൻറ്റിൽ ദയവായി നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് 2 രീതിയിൽ ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓപ്ഷൻ എ ഈസ് ദ ഫ്ലോ ചാർട്ട് ഇല്ലുസ്ട്രേറ്റ്സ് ആൻഡ് ദ ഓപ്ഷൻ ബി ഈസ് ദ ഫ്ലോ ചാർട്ട് ഇല്ലുസ്ട്രേറ്റ്. സിനി, ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. സന്തോഷ്, ഹലോ. ഓ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, പ്ലീസ് വാച്ച് ദ ലൈവ് സെഷൻസ്. ഓക്കെ, സോ ഞാനൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ദ ഫ്ലോ ചാർട്ട് ഇല്ലുസ്ട്രേറ്റ്സ് ആൻഡ് ദ സെക്കൻഡ് ഓപ്ഷൻ ഈസ് ദ ഫ്ലോ ചാർട്ട് ഇല്ലുസ്ട്രേറ്റ്. Okay, Santosh, the flowchart depicts, that's correct. Okay, Anoop, option B. Okay, there is a small mistake in that. Okay, ഞാനിപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻ ഇല്ലുസ്ട്രേറ്റ്സ് ആൻഡ് ഇല്ലുസ്ട്രേറ്റ് ആണ്. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് യു ക്യാൻ ഓൾസോ യൂസ് ദ വേർഡ് ഡെപ്പിക്റ്റ് ഈസ് കറക്റ്റ്. സോ നിങ്ങൾക്ക് ഇല്ലുസ്ട്രേറ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡെപ്പിക്റ്റ് യൂസ് ചെയ്യാം, അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് പോർട്രൈറ്റ് എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇതിൽ ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ളത്. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഇത് ഫ്ലോ ചാർട്ട്, നമ്മളിവിടെ ഒരു ചാർട്ടിനെ പറ്റിയിട്ടാണ് പറയുന്നത്. സോ വെൻ വി റൈറ്റ് അബൌട്ട് എ സിംഗുലർ കോണ്ടെക്സ്റ്റ് വി ഹാവ് ടു പുട്ട് ആൻ എസ് ഇൻ ദ ലാസ്റ്റ് സെഷൻ ഓഫ് ദാറ്റ് വേർബ്. ആ വേർബ് എൻഡ് ചെയ്യേണ്ടത് എസ്സിലായിരിക്കണം. അതായത് ഫ്ലോ ചാർട്ട് എന്നാണെങ്കിൽ ഇല്ലുസ്ട്രേറ്റ്സ് എന്നും ഫ്ലോ ചാർട്ട് എന്നാണെങ്കിൽ ഇല്ലുസ്ട്രേറ്റ് എന്നുമാണ് വരുന്നത്. ഓക്കെ, ഫ്ലോ ചാർട്ട്സ് ആണെങ്കിൽ ഇല്ലുസ്ട്രേറ്റ് ആൻഡ് ഫ്ലോ ചാർട്ട് മീൻസ് ഇല്ലുസ്ട്രേറ്റ്. ഇഫ് ദ ഫ്ലോ ചാർട്ട് ഈസ് സിംഗുലർ ദെൻ യു ഹാവ് ടു റൈറ്റ് ആൻ എസ് ഇൻ ദ എൻഡിങ് ഓഫ് ദ വേർബ്. So could you, okay Agila, I can explain that. Okay, the context is the flow chart. In this figure we have only one flow chart. അപ്പോൾ ഒരു ഫ്ലോ ചാർട്ടേ ഉള്ളെങ്കിൽ നിങ്ങൾ ആ ഒരു വേർബിൻ്റെ എൻഡിങ്ങിലായിട്ട് നിങ്ങൾ ഒരു എസ് ഇടേണ്ടതായിട്ടുണ്ട്. സോ ദ വേർബ് എൻഡിങ് വിത്ത് എസ് ഈസ് ദ സിംഗുലർ ഫോം. അപ്പോൾ ഫ്ലോ ചാർട്ട് എന്നുള്ളത് സിംഗുലർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇല്ലുസ്ട്രേറ്റ്സ് എന്നാണ് എഴുതേണ്ടത്. മേ ബി ഇഫ് ഇറ്റ് ഈസ് ലൈക്ക് ഫ്ലോ ചാർട്ട്സ് എന്നുണ്ടായിരുന്നെങ്കിൽ യു ക്യാൻ റൈറ്റ് ഇറ്റ് ലൈക്ക് ഇല്ലുസ്ട്രേറ്റ്. സോ ഐ തിങ്ക് ദാറ്റ്സ് ക്ലിയർ. Agila, I think you have get the topic. Okay, and Santosh, that's correct. The flowchart depicts. That's the correct answer. So, Anup, the answer B is wrong. You have to write it like the flowchart illustrates. Illustrates എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസിൽ നമ്മൾ ഫസ്റ്റ് എഴുതി തുടങ്ങേണ്ടത് ഇത് ഫ്ലോ ചാർട്ട് ഇല്ലുസ്ട്രേറ്റ്സ് എന്നാണ്. ദെൻ യു ഹാവ് ടു റീഫ്രേസ് ദ ക്വസ്റ്റ്യൻ. ദ ക്വസ്റ്റ്യൻ ഈസ് ദ പ്രോസസ് ഓഫ് ഗെറ്റിംഗ് എ ഡ്രൈവിംഗ് ലൈസൻസ്. ഒരു ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുക എന്നുള്ള പ്രോസസ്സാണ് അവർ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അത് ഒന്ന് റീഫ്രേസ് ചെയ്ത് കൊടുക്കുക. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് യു ക്യാൻ റൈറ്റ് ലൈക്ക് ദ ഫ്ലോ ചാർട്ട് ഇല്ലുസ്ട്രേറ്റ്സ് ദ പ്രോസസ് ഓഫ് ഒബ്റ്റെയിനിങ് എ ഡ്രൈവിംഗ് ലൈസൻസ്. യു ക്യാൻ യൂസ് എ സിനോണിം. നമുക്ക് ഗെറ്റിംഗ് എന്നതിന് പകരം ഒബ്റ്റെയിനിങ് എന്നൊരു വേർഡിലേക്ക് പോകാം. ഓക്കെ അഖില, താങ്ക് യു. ഓക്കെ, സോ ദാറ്റ്സ് ഇൻ ദ ഇൻട്രൊഡക്ഷൻ സെക്ഷൻ. ഇൻട്രൊഡക്ഷനകത്ത് നമ്മൾ ജസ്റ്റ് ആ ഒരു ക്വസ്റ്റ്യൻ റീഫ്രേസിങ് മാത്രമേ വരുന്നുള്ളൂ. ഇനി നമ്മൾ ബോഡി പാരഗ്രാഫിലേക്ക് നോക്കുന്ന സമയത്ത് വെൻ വി ലുക്ക് ഇൻ ടു ദ ബോഡി പാരഗ്രാഫ് വി ഹാവ് ടു റൈറ്റ് ഇറ്റ് ഇൻ 2 പാരഗ്രാഫ്സ്. 2 പാരഗ്രാഫ് ആക്കിയിട്ടാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ ഫിഗർ ഒന്ന് അനലൈസ് ചെയ്യണം. വാട്ട്സ് ഗിവൻ ഇൻ ദ ഫിഗർ, ആ ഫിഗറിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് അനലൈസ് ചെയ്യണം. നമ്മൾ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് പ്രോസസ് സ്റ്റാർട്ട് ഫ്രം ദ വിസിറ്റ് ഓഫ് ലൈസൻസ് സെൻറ്റർ. ലൈസൻസ് സെൻറ്ററിൽ വിസിറ്റ് ചെയ്യുന്നതിൽ നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ദെൻ in the next step they have given that complete an application form. നമ്മളൊരു ലൈസൻസ് സെൻറ്ററിൽ പോയിട്ട് ഒരു ആപ്ലിക്കേഷൻ ഫോം അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കണം. ആഫ്റ്റർ ദാറ്റ് യു ഹാവ് ടു ടേക്ക് ആൻ ഐ ടെസ്റ്റ്. ഒരു ഐ ടെസ്റ്റ് എടുക്കുക. ദെൻ ഫ്രം ദാറ്റ് ഇറ്റ് ഈസ് സ്പ്ലിറ്റ് ഇൻ ടു 2 ways. 2 രീതിയിലാണ് അവിടെ നിന്ന് പ്രോസസ്സ് സ്പ്ലിറ്റ് ആയിരിക്കുന്നത്. ഫസ്റ്റ് വൺ, ഇഫ് യു ഫെയിൽ ഇൻ ദ ഐ ടെസ്റ്റ്, നിങ്ങൾ ഐ ടെസ്റ്റിൽ ഫെയിൽ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈസൻസ് ടെസ്റ്റിന് അപ്പിയർ ചെയ്യാനായിട്ട് കഴിയത്തില്ല. പക്ഷേ ഇഫ് യു പാസ് ഇൻ ദ ഐ ടെസ്റ്റ്, നിങ്ങൾ ഐ ടെസ്റ്റിൽ പാസ് ആവുകയാണെങ്കിൽ യു ഹാവ് ടു പേ എ ഫീ. നിങ്ങൾക്ക് ആ ലൈസൻസ് കിട്ടുന്നതിനുള്ള ഫീസ് നിങ്ങൾ അവിടെ പേ ചെയ്യണം. ആഫ്റ്റർ ദാറ്റ് ഇറ്റ് ഈസ് എ കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സ്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കാണാം അതൊരു കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണ്.
അവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് യു ഹാവ് ടു ടേക്ക് എ റിട്ടൺ ടെസ്റ്റ്. ആ കാൻഡിഡേറ്റ് ആരാണോ അവരൊരു റിട്ടൺ ടെസ്റ്റിന് അപ്പിയർ ചെയ്യണം. ദെൻ അവർ ആ ഒരു റിട്ടൺ ടെസ്റ്റിൽ ഫെയിൽ ആവുകയാണെങ്കിൽ അവർക്കൊരു 2 times കൂടെ അത് റീടേക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. സോ ഇഫ് യു പേ ദ ഫീസ് ഫോർ 1 time, ഒരു വട്ടം നിങ്ങൾ ഫീസ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ടേക്ക് ദ റിട്ടൺ ടെസ്റ്റ് ഫോർ 3 times. 3 തവണ നിങ്ങൾക്ക് റിട്ടൺ ടെസ്റ്റിന് അപ്പിയർ ചെയ്യാം. ഇൻ ദ കേസ് ഇഫ് യു ഫെയിൽ ഇൻ ദ ടെസ്റ്റ്, ആ ഒരു ടെസ്റ്റിൽ നിങ്ങൾ ഫെയിൽ ആവുന്നുണ്ടെങ്കിൽ. അതർവൈസ് ഇഫ് യു പാസ് ഇൻ ദ ടെസ്റ്റ്, നിങ്ങൾ ആ ഒരു ടെസ്റ്റ് പാസ് ആയിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഡയറക്റ്റ്ലി അപ്പിയർ ഫോർ ദ ഡ്രൈവിംഗ് ടെസ്റ്റ്. നിങ്ങൾക്ക് ആ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റിന് ഡയറക്റ്റായിട്ട് അപ്പിയർ ചെയ്യാൻ പറ്റും. ഇഫ് ഇൻ ദ കേസ് യു ഫെയിൽ ഇൻ ദ ഡ്രൈവിംഗ് ടെസ്റ്റിലാണ് നിങ്ങൾ ഫെയിൽ ആയതെങ്കിൽ യു ഹാവ് ടു പേ ദ ഫീസ് അഗെയിൻ. നിങ്ങൾക്ക് വീണ്ടും ഫീസ് പേ ചെയ്യണം. അതായത് നിങ്ങൾ റിട്ടൺ ടെസ്റ്റ് 3 times അപ്പിയർ ചെയ്ത് ഫെയിലായാലും ഡ്രൈവിംഗ് ടെസ്റ്റിൽ നിങ്ങൾ ഫെയിലായി പോയാലും നിങ്ങൾ അഗെയിൻ ഫീസ് പേ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ after the fees payment, you can directly appear for the driving test if you have already written the റിട്ടൺ ടെസ്റ്റ്. നിങ്ങൾ ഓൾറെഡി റിട്ടൺ ടെസ്റ്റിൽ പാസ്സായ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഫീസ് പേ ചെയ്തിട്ട് ഡയറക്റ്റ് ഡ്രൈവിംഗ് ടെസ്റ്റിൽ അപ്പിയർ ചെയ്യാം. അതർവൈസ് യു ഹാവ് ടു ടേക്ക് ദ റിട്ടൺ ടെസ്റ്റ് അഗൈൻ. അല്ലെങ്കിൽ നിങ്ങൾ റിട്ടൺ ടെസ്റ്റ് ഒന്നുകൂടി അപ്പിയർ ചെയ്യേണ്ടി വരും. ഇനി നിങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റിൽ പാസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു ഗെറ്റ് ദ ലൈസൻസ്. നിങ്ങൾക്ക് ലൈസൻസ് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. സോ ദിസ് ഈസ് എ ഹോൾ പ്രോസസ്സ്. ഈ ഒരു പ്രോസസ്സിനെ വേണം നമ്മളൊരു 2 paragraphs എടുത്ത് സമ്മറൈസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 2 paragraph യൂസ് ചെയ്ത് ഇത് സമ്മറൈസ് ചെയ്ത് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുക. ദാറ്റ് ഈസ് യുവർ കോണ്ടെക്സ്റ്റ്. ഓക്കെ, സോ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പാരഗ്രാഫ്സ് എഴുതുന്നത് എന്നുള്ളത് നോക്കാം. ബിക്കോസ് വി നീഡ് കണക്റ്റേഴ്സ്. നമുക്ക് കണക്റ്റേഴ്സ് യൂസ് ചെയ്ത് വേണം നമ്മൾ എപ്പോഴും എഴുതാൻ വേണ്ടിയിട്ട്. ബിക്കോസ് വി ഹാവ് മാർക്ക് ഫോർ ദിസ് കൊഹിഷൻ ആൻഡ് കൊഹറൻസ്. ദാറ്റ് ഈസ് ദ പാരഗ്രാഫ്സ് തമ്മിൽ ഒരു കണക്ഷൻ വേണം, അല്ലെങ്കിൽ സെൻറ്റൻസുകൾ തമ്മിൽ ഒരു കണക്ഷൻ വേണം. ആ കണക്റ്റേഴ്സിന് വി ഗെറ്റ് ബാൻഡ്. സോ ആ ബാൻഡിന് വേണ്ടിയിട്ട് വി ഹാവ് ടു യൂസ് കണക്റ്റേഴ്സ്. നമ്മളപ്പോൾ ആ ഒരു കണക്റ്റേഴ്സ് യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, so Beena, hello. Anju, hello. I remember you. You are my offline student. I remember you. Okay. അപ്പോൾ നമ്മൾ കണക്റ്റേഴ്സിലേക്ക് പോവുകയാണ്. നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ നമ്മൾ 2 body paragraphs ആണ് എഴുതേണ്ടതെന്ന് പറഞ്ഞു. സോ ഇൻ ദ ഫസ്റ്റ് പാരഗ്രാഫ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഒരു കണക്റ്ററാണ് ഫസ്റ്റ് ഓഫ് ഓൾ. അതായത് ഇങ്ങനെയാണ് ഇത് തുടങ്ങുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എന്നുള്ളൊരു കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ ടു ബിഗിൻ വിത്ത്, അതായത് ഫസ്റ്റ് ബോഡി പാരഗ്രാഫ് എഴുതുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ കണക്റ്റേഴ്സാണ് ഫസ്റ്റ് ഓഫ് ഓൾ അല്ലെങ്കിൽ ടു ബിഗിൻ വിത്ത്. ദെൻ വി മൂവ് ഇൻ ടു ദ സെക്കൻഡ് ബോഡി പാരഗ്രാഫ്. രണ്ടാമത്തെ ബോഡി പാരഗ്രാഫ് എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കണക്റ്റേഴ്സാണ് ഫസ്റ്റ് വൺ ഈസ് പ്രോബിങ് ഫെർദർ. അതായത് കൂടുതലായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയാണ് കാണുന്നത്. അല്ലെങ്കിൽ ഇൻ ദ ഫെർദർ അനാലിസിസ്. സോ വെൻ യു റൈറ്റ് ദ സെക്കൻഡ് ബോഡി പാരഗ്രാഫ് യു ക്യാൻ എയ്തർ യൂസ് പ്രോബിങ് ഫെർദർ ഓർ ഇൻ ദ ഫെർദർ അനാലിസിസ്. ഇതിലേതെങ്കിലും ഒരു കണക്റ്റർ നിങ്ങൾ യൂസ് ചെയ്യുക. ഇനി നിങ്ങളൊരു ഓപ്പോസിറ്റ് കോണ്ടെക്സ്റ്റ് ഇതിൽ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേർഡാണ് ഹൗവർ. സോ നിങ്ങൾ ഇതുവരെ പറഞ്ഞു വന്നതല്ല, ഇതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഹൗവർ യൂസ് ചെയ്യുക. ഇനി ഫൈനൽ സ്റ്റെപ്പ്, നിങ്ങൾക്ക് ലൈസൻസ് കിട്ടുന്ന ആ ഒരു സ്റ്റെപ്പിനെ നിങ്ങൾക്ക് ഫൈനലി എന്നുള്ള രീതിയിൽ, ബിക്കോസ് ദാറ്റ് ഈസ് എ ഫൈനൽ സ്റ്റെപ്പ്, ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ട് വന്നിരിക്കുന്ന സ്റ്റെപ്പാണത്. സോ നിങ്ങൾക്ക് ഫൈനലി എന്നുള്ള വേർഡ് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഇൻ ദ ഫൈനൽ സ്റ്റെപ്പ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇൻ ദ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. സോ ഇങ്ങനത്തെ കണക്റ്റേഴ്സാണ് നമ്മളൊരു ഫ്ലോ ചാർട്ട് എഴുതുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇമേജിനെ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് യു ക്യാൻ റൈറ്റ് ലൈക്ക് ടു ബിഗിൻ വിത്ത് ഓർ ഇൻ ദ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുക. ഓൾവേസ് പുട്ട് എ കോമ ആഫ്റ്റർ യൂസിങ് ദിസ് കണക്റ്റേഴ്സ്. ഈ ഒരു കണക്റ്റേഴ്സ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും അതിന് ശേഷം ഒരു കോമ ഇടണം. ഓക്കെ, സോ നമ്മൾ ടു ബിഗിൻ വിത്ത് എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് നമ്മൾ തുടങ്ങുന്ന വിസിറ്റ് ഓഫ് ലൈസൻസ് സെൻറ്റർ. Can we, Maya, okay, can we use firstly? Actually, we can also use firstly in the first step. Instead of in the first step using in the first step എന്ന് പറയുന്നതിന് പകരം നമുക്ക് യൂസ് ചെയ്യാം ഫസ്റ്റ്ലി. നമുക്കിപ്പോൾ ഇൻ ദ ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ ഇൻ ദ ബിഗിനിങ് സ്റ്റെപ്പ്, ഫസ്റ്റ്ലി, ഇതെല്ലാം ഓക്കെയാണ്. നമുക്ക് ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് ആണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഏതൊരു വേർഡ്സും നമുക്കിവിടെ യൂസ് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ്ലി ഈസ് ഓക്കെ, ദാറ്റ്സ് ഫൈൻ. ഓക്കെ ഹിമ, ഐ തിങ്ക് യു ഗോട്ട് ദ ടോപ്പിക്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ലൈസൻസ് സെൻറ്റർ വിസിറ്റിൽ നിന്നാണ് തുടങ്ങുന്നത്. സോ നമ്മൾ ആദ്യം എഴുതുന്നു ടു ബിഗിൻ വിത്ത് ദ പേഴ്സൺ ഹാസ് ടു വിസിറ്റ് ദ ലൈസൻസ് സെൻറ്റർ. ആ ഒരു പേഴ്സൺ ആ ഒരു ലൈസൻസ് സെൻറ്റർ വിസിറ്റ് ചെയ്യണം. ആഫ്റ്റർ ദാറ്റ് ഹി ഹാഡ് ടു കംപ്ലീറ്റ് ആൻ ആപ്ലിക്കേഷൻ ഫോം. നമുക്കൊരു ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യേണ്ടതാണ് അത് കഴിഞ്ഞുള്ളത്. സോ ഫോർ ദാറ്റ് വി യൂസ് എ കണക്റ്റർ ആഫ്റ്റർ ദാറ്റ് എന്നുള്ള രീതിയിൽ നമ്മളൊരു കണക്റ്റർ യൂസ് ചെയ്തിട്ട് പറഞ്ഞു അവരൊരു ആപ്ലിക്കേഷൻ ഫോം
ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ ദ പേഴ്സൺ നീഡ് ടു ടേക്ക് ആൻ ഐ ടെസ്റ്റ് വിച്ച് ഈസ് മാൻഡേറ്ററി ഫോർ ഗെറ്റിംഗ് എ ലൈസൻസ്. ഒരു ലൈസൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് മാൻഡേറ്ററി ആയിട്ടുള്ളൊരു ഐ ടെസ്റ്റ് അവർ ഫോളോ ചെയ്യണം. ദെൻ അവിടുന്ന് 2 വേസിലാണ് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ആദ്യം ഫസ്റ്റ് വേ ഡിസ്ക്രൈബ് ചെയ്യാണ്. If the person fail in the eye test, the further procedure will not be applicable. He don't get the ഡ്രൈവിംഗ് ലൈസൻസ്. അപ്പോൾ അവിടെ തന്നെ നമ്മൾ പറഞ്ഞു അയാൾ ആ ഒരു ഐ ടെസ്റ്റിൽ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ഡ്രൈവിംഗ് ടെസ്റ്റിന് അപ്പിയർ ചെയ്യാൻ പറ്റില്ല, ലൈസൻസ് ഇഷ്യൂ ചെയ്യില്ല എന്നുള്ള കാര്യം. നമ്മൾ സെക്കൻഡ് കോണ്ടെക്സ്റ്റിലേക്ക് പോവാണ്. അയാൾ എമൗണ്ട് പേ ചെയ്യുന്ന ഒരു കോണ്ടെക്സ്റ്റ്, അതായത് ഐ ടെസ്റ്റ് ഓക്കെ ആണെങ്കിൽ ഹി ഹാസ് ടു പേ ആൻ എമൗണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വി ക്യാൻ റൈറ്റ് ലൈക്ക് ഹൗഎവർ if he pass the eye test, he can directly pay the amount which is required to get the driving license. ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടേണ്ടതിനുള്ള ആ ഒരു ഫീസ് പേയ്മെൻറ്റ് അയാൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രയാകുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ബോഡി പാരഗ്രാഫ് ഈസ് ഓവർ. നമ്മൾ ഇത്ര ഒരു കോണ്ടെക്സ്റ്റ് മാത്രം ഫസ്റ്റ് ബോഡിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുക, ബിക്കോസ് വി ഹാവ് ടു റൈറ്റ് എ സെക്കൻഡ് ബോഡി പാരഗ്രാഫ്. സെക്കൻഡ് ബോഡി പാരഗ്രാഫാണ് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരുന്നത്. കാരണം ഓൾറെഡി നമ്മൾ ഫസ്റ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് സിമ്പിൾ സ്റ്റെപ്സ്, ഡയറക്റ്റ് ആരോ മാർക്കിലാണ് തന്നിരിക്കുന്നത്. പക്ഷേ സെക്കൻഡ് സൈഡ് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. സോ അതൊരു കോംപ്ലെക്സ് സ്റ്റെപ്പ് ആയതുകൊണ്ട് തന്നെ വി ക്യാൻ റൈറ്റ് ഇറ്റ് ഇൻ ദ സെക്കൻഡ് ബോഡി പാരഗ്രാഫ്. സെക്കൻഡ് ബോഡി പാരഗ്രാഫിൽ അത് റൈറ്റ് ചെയ്യുക. ആ ഒരു ഫീ പേയ്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സെക്കൻഡ് ബോഡി പാരഗ്രാഫിൽ റൈറ്റ് ചെയ്യുക. സോ വി ക്യാൻ സ്റ്റാർട്ട് ലൈക്ക് പ്രോബിങ് ഫർദർ. കൂടുതലായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് കാണുന്നത് എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുക. പ്രോബിങ് ഫർദർ, the person can take the written test after the payment of fees. ഫീസ് പേ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് റിട്ടേൺ ടെസ്റ്റ് അതിനെ അപ്പിയർ ചെയ്യാൻ പറ്റും. ഇഫ് ഹി ഫെയിൽസ് ഇൻ ദ റിട്ടേൺ ടെസ്റ്റ്, ഹി ക്യാൻ ടേക്ക് ദ റിട്ടേൺ ടെസ്റ്റ് അപ് ടു 3 times വിത്ത് ദ സെയിം എമൗണ്ട് ഓഫ് ഫീ. ആ ഒരു സെയിം എമൗണ്ട് കൊണ്ട് അയാൾക്ക് 3 times ആണ് എക്സാം എഴുതാൻ കഴിയുന്നത്. ആൻഡ് ഇഫ് ഹി ഫെയിൽ ഇൻ ദ തേർഡ് ടൈം ഓൾസോ, ഹി ഹാവ് ടു പേ ദ ഫീസ് എഗെയിൻ. ആ ഒരു തേർഡ് ടൈമിൽ ഫെയിൽ ആവുന്ന ഒരു കേസാണ് വരുന്നതെങ്കിൽ ഫീസ് പിന്നെയും റീപേയ്മെൻറ്റ് ചെയ്യണം. ആൻഡ് ഇഫ് ഹി പാസ് ഇൻ ദ റിട്ടേൺ ടെസ്റ്റ്, ഹി ക്യാൻ ഡയറക്റ്റ്ലി അപ്പിയർ ഫോർ ദ ഡ്രൈവിംഗ് ടെസ്റ്റ്. അയാൾ ആ ഒരു ടെസ്റ്റിൽ പാസ് ആവുകയാണെങ്കിൽ അയാൾക്ക് ഡയറക്റ്റായിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റിന് അപ്പിയർ ചെയ്യാം. അപ്പോൾ നമ്മൾ ആ ഒരു ലാസ്റ്റ് സ്റ്റെപ്പ് വരെയുള്ള കോണ്ടെക്സ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ദെൻ വി ഹാവ് ടു എക്സ്പ്ലെയിൻ അയാൾ ഫെയിൽ ആയാൽ എന്ത് സംഭവിക്കും, അതും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ടാസ്ക് ഈസ് ഓവർ. സോ യു ക്യാൻ റൈറ്റ് ലൈക്ക് however, if the person fail in the driving test, he had to pay the fees again in order to appear for the driving test again, and he can also appear for the driving test directly. ആ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റിനാണ് പിന്നെ അപ്പിയർ ചെയ്യേണ്ടത്, അത് അയാൾക്ക് ഡയറക്റ്റായിട്ട് അപ്പിയർ ചെയ്യാനും കഴിയും. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ഡയറക്റ്റ് ലൈസൻസ് കിട്ടുന്ന കാര്യം മാത്രം പറഞ്ഞാൽ മതി. So finally the person get the driving license, or the driving license is issued to the person. ഡ്രൈവിംഗ് ലൈസൻസ് ഇഷ്യൂ ചെയ്തു എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഓവറോൾ ടാസ്ക് എന്ന് പറയുന്നത്. To begin with the visiting of license center. To begin with, the person has to visit the license center. After that, he had to complete an application form or fill an application form and take an eye test. Eye test is mandatory for getting a driving license. If he fails in that test, this procedure is not applicable to him. However, if he pass in the eye test, he can pay the fees and appear for the written test. He can take the written test up to 3 times with the same amount of fees paid, and if he fail in the third test also, he has to pay the fees again. And if he pass in the written test, he can directly appear for the driving test, and if he fail in that test, he have to pay the fees again to appear directly for the driving test. After the approval of the driving test, the license is issued to him. ആ ഒരു ലൈസൻസ് അയാൾക്ക് ഇഷ്യൂ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് നമ്മളുടെ ഒരു ഹോൾ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാകുമ്പോൾ തന്നെ നമ്മൾ 2 ബോഡി പാരഗ്രാഫ്സ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ദെൻ വി ഹാവ് ടു റൈറ്റ് ദ ഓവറോൾ. ഓവറോളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇതിൽ ഓവറോളിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ഈ ഒരു പ്രോസസ്സ് സിമ്പിളായിരുന്നോ അല്ലെങ്കിൽ ഒരു കോംപ്ലെക്സ് ആയിരുന്നോ, അതാണ് നമ്മൾ ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രോസസ്സ് എത്രത്തോളം സിമ്പിളായിരുന്നു അല്ലെങ്കിൽ എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു എന്നുള്ളതൊന്നും മെൻഷൻ ചെയ്യണം. ദെൻ ദ ഫസ്റ്റ് ആൻഡ് ദ ഫൈനൽ സ്റ്റെപ്പ് ഷുഡ് ഓൾസോ ബി മെൻഷൻഡ്. അത് രണ്ടും കൂടി ഒന്ന് പറയണം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഫൈനൽ സ്റ്റെപ്പ് എന്താണ് എന്നുള്ള കാര്യം. ഇഫ് ഇറ്റ് ഈസ് എ സൈക്ലിക് പ്രോസസ്സ്, അതൊരു സൈക്ലിക് പ്രോസസ്സ് ആണെങ്കിൽ നമുക്കൊരു ഫസ്റ്റ് അല്ലെങ്കിൽ ഒരു ഫൈനൽ സ്റ്റെപ്പ് എന്നുള്ളൊരു കേസ് അതിൽ വരുന്നില്ല. സോ യു ക്യാൻ റൈറ്റ് ലൈക്ക് ഇറ്റ് ഈസ് എ സൈക്ലിക് പ്രോസസ്സ് ഓർ ഇറ്റ് ഈസ് എ നെവർ എൻഡിങ് പ്രോസസ്സ്. ബട്ട് ഇൻ ദിസ് കേസ് ഇതൊരു നെവർ എൻഡിങ് പ്രോസസ്സ് അല്ല. സോ നിങ്ങൾക്ക് ഫൈനൽ ആൻഡ് ഫസ്റ്റ് സ്റ്റെപ്പ് എഴുതാൻ പറ്റും.
First you have to write the word overall. Overall എന്നുള്ളൊരു കോണ്ടെക്സ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ദെൻ യു ഹാവ് ടു പുട്ട് എ കോമ ആഫ്റ്റർ ദറ്റ്. അതിനുശേഷം ഒരു കോമ ഇട്ടിട്ട് പറയുക, the process of getting driving license is a complex process and the first step is visiting the license center and the final step is the issual of license. First stepil license center visit ചെയ്യണം, ഫൈനലി നിങ്ങൾക്കൊരു ലൈസൻസ് ഇഷ്യൂ ചെയ്ത് തരുന്നതായിട്ടാണ് കാണുന്നത്. സോ ഇത്രയുമാണ് നമ്മുടെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, നമുക്കൊരു ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്ന ഒരു പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്യണം. അതിൻ്റെ ഒരു ഫസ്റ്റ് സൈഡ് എന്ന് പറയുന്നത് സിമ്പിൾ ആൻഡ് സെക്കൻഡ് സൈഡ് ഈസ് എ കോംപ്ലിക്കേറ്റഡ് വൺ. ഫസ്റ്റ് സൈഡ് സിമ്പിളും സെക്കൻഡ് സൈഡ് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡും ആണ്. സോ ഫസ്റ്റ് ബോഡി പാരഗ്രാഫിൽ ഫസ്റ്റ് സൈഡും സെക്കൻഡ് ബോഡി പാരഗ്രാഫിൽ സെക്കൻഡ് സൈഡും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതുക. ഇനി ഇൻട്രൊഡക്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് യു ഹാവ് ടു മെൻഷൻ ദ നെയിം ഓഫ് ദ ഗ്രാഫ്, ഏത് ടൈപ്പ് ഗ്രാഫാണ് എന്നുള്ളത് ഒന്ന് മെൻഷൻ ചെയ്യണം. സോ ഇത് ഫ്ലോ ചാർട്ട് എന്നുള്ള രീതിയിൽ തുടങ്ങുക. ഈ ഫ്ലോ ചാർട്ട് സിംഗുലർ ആയതുകൊണ്ട് തന്നെ യു ഷുഡ് റൈറ്റ് ലൈക്ക് ഇലുസ്ട്രേറ്റ്സ്. ദ ഫ്ലോ ചാർട്ട് ഇലുസ്ട്രേറ്റ്സ് എന്നുള്ളതാണ് കറക്റ്റ്, ഇലുസ്ട്രേറ്റ് അല്ല. അപ്പോൾ ഇത് ഫ്ലോ ചാർട്ട് ഇലുസ്ട്രേറ്റ്സ് ഇത് പ്രോസസ് ഓഫ് ഒബ്റ്റൈനിങ് എ ഡ്രൈവിംഗ് ലൈസൻസ്. ഒരു ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്ന പ്രോസസ്സാണ് നമ്മളെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്നൊന്ന് പറഞ്ഞു. ദെൻ 2 ബോഡി പാരഗ്രാഫ്സിലാക്കി ഈ ഡേറ്റ ഒന്ന് സമ്മറൈസ് ചെയ്ത് കൊടുക്കുക. ഹോൾ പ്രോസസ്സ് എന്താണ് എന്നുള്ളതൊന്ന് പറയുക. ഓവറോളിലേക്ക് വരുമ്പോൾ യു ഹാവ് ടു നെയിം ദ വേർഡ് ടൈപ്പ്. ഇത് സിമ്പിൾ ആയിരുന്നോ അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നോ എന്നുള്ള ഒരു ടൈപ്പ് ഒന്ന് മെൻഷൻ ചെയ്യണം. ദെൻ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഫൈനൽ സ്റ്റെപ്പ് എന്താണ് എന്നുള്ളതും കൂടെ പറയണം. ദാറ്റ്സ് എ ഹോൾ പ്രോസസ്സ്. അപ്പോൾ ഇത്ര എഴുതി കഴിയുമ്പോൾ അവർ ഫ്ലോ ചാർട്ട് ഈസ് കംപ്ലീറ്റ്. ഐ തിങ്ക് ദാറ്റ്സ് ക്ലിയർ. ഹലോ ബിന്ദു, ഓക്കെ റൈസ, ഐ തിങ്ക് യു അണ്ടർസ്റ്റുഡ് ദാറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്രോസസ്സ്. ടോട്ടൽ 4 പാരഗ്രാഫ്സ് ആണ്. ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ, അതിൽ ജസ്റ്റ് ക്വസ്റ്റ്യൻ റീഫ്രേസ് ചെയ്യുക. ദെൻ ഇൻ 2 ബോഡി പാരഗ്രാഫ്സ് യു ഹാവ് ടു സമ്മറൈസ് ആൻഡ് ഡിസ്ക്രൈബ് ദ ഡേറ്റ ആൻഡ് ഓവറോളിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള കോംപ്ലക്സ് ആണെന്നുള്ളതും ഇത് ഫസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പും കൂടി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. ദാറ്റ്സ് അബൌട്ട് ദ ഫ്ലോ ചാർട്ട്. സോ ഇത്രയേ ഉള്ളൂ നമ്മളൊരു ഫ്ലോ ചാർട്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കാനായിട്ടുള്ളത്. ദെൻ യു ഷുഡ് യൂസ് ദ കണക്റ്റേഴ്സ്. നിങ്ങൾ പാരഗ്രാഫിലേക്ക് വരുമ്പോൾ കണക്റ്റേഴ്സ് യൂസ് ചെയ്യുക. ഇൻ ദ ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ ഇൻ ദ ഫൈനൽ സ്റ്റെപ്പ്, ഫസ്റ്റ് സ്റ്റെപ്പ് ഓൾ ടു ബിഗിൻ വിത്ത്, ഈ രീതിയിലുള്ള കണക്റ്റേഴ്സ്. അല്ലെങ്കിൽ ഇൻ ദ തേർഡ് സ്റ്റെപ്പ് ഈസ് ലൈക്ക് ദിസ്, ദ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ലൈക്ക് ദിസ്, അല്ലെങ്കിൽ സെക്കൻഡ്ലി ദിസ് ഈസ് ഹാപ്പനിങ്. ആ രീതിയിൽ യു ഷുഡ് റൈറ്റ്. മാം, ക്യാൻ വി റൈറ്റ് ഫ്രേസസ്, ഇഡിയംസ്, ഫ്രേറ്റിൽസ്? Okay, Raisa, we cannot use these types of words in the writing because IELTS writing is a formal language. IELTS writing strict ആയിട്ട് ഫോർമൽ ലാംഗ്വേജ് ആണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രേസസ് ആൻഡ് ഇഡിയംസ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. യു ഷുഡ് ഫോളോ ദ ഫോർമൽ ലാംഗ്വേജ്. ഫോർ ദാറ്റ് വി ആർ യൂസിങ് ദിസ് ടൈപ്പ് ഓഫ് കണക്റ്റേഴ്സ്. ഈ കണക്റ്റേഴ്സ് എന്നൊക്കെ പറയുന്നത് ഫോർമലി യൂസ് ചെയ്യുന്ന ആയതുകൊണ്ട് നമ്മൾ ആ രീതിയിലുള്ള കണക്റ്റേഴ്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. വി ക്യാനോട്ട് യൂസ് എനി ഇഡിയംസ് ഓർ ഫ്രേസൽ വേർബ്സ് ഇൻ ദിസ് കോണ്ടെക്സ്റ്റ്. നിങ്ങൾ ടാസ്ക് 1 ആണെങ്കിലും ടാസ്ക് 2 ആണെങ്കിലും IELTS റൈറ്റിംഗിലേക്ക് വരുന്ന സമയത്ത് ഇറ്റ് ഷുഡ് ബി ഫോർമൽ ആയിരിക്കുന്നത് കൊണ്ട് തന്നെ അത് ആ രീതിയിലുള്ള ഒരു ഇഡിയംസോ അല്ലെങ്കിൽ ഫ്രേസൽ വെർബ്സോ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, ഹലോ ബൈജു, ഐ തിങ്ക് ദിസ് ക്വസ്റ്റ്യൻ ഈസ് ക്ലിയർ ഫോർ യു. ഇതെല്ലാവർക്കും ക്ലിയർ ആയി എന്ന് കരുതുന്നു. സോ ടോട്ടൽ 4 പാരഗ്രാഫ്സ് ആണ്. ഇൻട്രൊഡക്ഷനിൽ യു ഹാവ് ടു റീഫ്രേസ് ദ ക്വസ്റ്റ്യൻ. ദെൻ 2 ബോഡി പാരഗ്രാഫ് ആക്കി ഡേറ്റ നമ്മൾ സമ്മറൈസ് ചെയ്ത് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇൻ ദ ഓവറോൾ എത്ര സ്റ്റെപ്സ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഫസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് എന്താണ്, അല്ലെങ്കിൽ സിമ്പിൾ ആണോ കോംപ്ലിക്കേറ്റഡ് ആണോ കോംപ്ലക്സ് പ്രോസസ് ആണോ എന്നുള്ളതും ഒന്ന് മെൻഷൻ ചെയ്യുക. ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ഫ്ലോ ചാർട്ട്. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ ഫോർ യു ഗൈസ്. Okay, so thank you everyone. Thank you for watching. This is another live session from Tiju's Academy and thank you all.